നമസ്കാരം. നമ്മൾ പറയാൻ പോകുന്നത് 2026 വർഷഫലമാണ്. മൂലനക്ഷത്രമാണ്. മൂലനക്ഷത്രത്തിൽ എന്ന് പറഞ്ഞാൽ വാള് പോലെ 11 നക്ഷത്രങ്ങൾ ചേർന്ന കൂടിയൊരു സമൂഹമായിട്ടാണ് മൂലനക്ഷത്രത്തിനെ പറയപ്പെടുന്നത്. നിരുതിയാണ് ഇതിൻ്റെ ദേവത. ഒരു കെട്ട് വേരുകളാണ് ഇത് ചിഹ്നമായിട്ട് പറയപ്പെടുന്നത്. ലക്ഷ്യബോധത്തിൽ പ്രവർത്തിക്കുന്ന നക്ഷത്രക്കാർക്ക് പുതിയ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയപ്പെടുന്നത്. കാരണം 4ലാണ് ഇവർക്ക് ശനി നിൽക്കുന്നത്. എങ്കിലും 7 വ്യാഴം നിൽക്കുന്നത് വളരെ ഗുണകരമായിട്ടാണ് പറയപ്പെടുന്നത്. ഗുണാധിക്യം തന്നെ പറയാം. എങ്കിൽ പോലും ഇവർക്ക് ശുഭകാര്യങ്ങൾ ചെയ്യുമ്പം പല നല്ലോണം ശ്രദ്ധിച്ച് മാത്രം ചെയ്യണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. സർവീസിലുള്ളവർക്ക് കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ്. ബാങ്കുകളിലോ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നല്ല ഒരു പേര് പ്രശസ്തിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കലാകാരന്മാർക്ക് നല്ല സമയമായിട്ട് പറയാം. ബിസിനസ്സുകാർ നമുക്ക് ആദായം നല്ല ബിസിനസ്സുകൾ ചേർന്ന് ഗുണമില്ലാത്ത ബിസിനസ്സുകളൊക്കെ വിട്ട് കൂടുതൽ ഗുണമുള്ള ബിസിനസ്സുകളിലേക്ക് ചേരണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഭൂമിയോ മറ്റവരോടൊപ്പമുള്ള വസ്തുക്കളോ ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ചെറിയ യാത്രകൾ സുഖകരമായിട്ട് വരാൻ, വീട് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഹൃദ്രോഗത്തിൽ നിന്നൊക്കെ മുക്തി ഇടാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. സസ്പെൻഷൻ വരാനിടയുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്ത് വിജയിപ്പിക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. മുഴുവിക്കാൻ പറ്റത്തില്ല എന്നുറപ്പുള്ള കാര്യങ്ങൾ കഴിവതും ഇറങ്ങി പ്രവർത്തിക്കാതിരിക്കുക. ഉദ്യോഗത്തിൽ സ്ഥലമാറ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്ഥാനക്കയറ്റത്തെക്കുറിച്ച് കുറച്ച് വ്യാകുലതകളൊക്കെ ഉണ്ടാവാം. പുതിയ ബിസിനസ് ആസൂത്രണം ചെയ്യുന്നവർക്ക് കഴിവതും പങ്കാളിത്ത ആ ഒരു ബിസിനസ് വേണ്ട എന്ന് പറയപ്പെടുന്നുണ്ട്. ജനമധ്യത്തിൽ പ്രശസ്തി വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അധ്യാപകർക്ക് പ്രൊമോഷൻ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം കൈവരിക്കാനാവുന്നതായിരിക്കും. വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഗൃഹക്കച്ചവടത്തിൽ നല്ല ലാഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഈ സ്ത്രീകൾ വഴി ചെറിയ പഴികളൊക്കെ കേൾക്കാം. അതൊക്കെ ഒന്ന് കഴിവതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വ്യവഹാര കാര്യങ്ങൾ അനുകൂലമായിട്ടുള്ളൊരു വിധി ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും. ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാവും. വാഹനങ്ങൾ മാറ്റി വാങ്ങിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ഏറ്റെടുത്ത എല്ലാ പ്രവൃത്തികളും വിജയം കൈവരിക്കും. ജനമധ്യത്തിൽ അംഗീകാരം വർദ്ധിക്കുമെങ്കിലും വീട്ടിൽ അത്ര അംഗീകാരം കിട്ടുന്നില്ല എന്നൊരു വിഷമം ഇവരെ വേട്ടയാടിയെന്ന് വരാം. ഇവർക്ക് സ്ത്രീകൾക്ക് കുറച്ച് രോഗങ്ങൾ വർദ്ധിക്കുന്ന വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. യുവജനങ്ങൾക്ക് വിവാഹം നടക്കാനുള്ള അവസ്ഥ, സന്താനങ്ങൾ ഉണ്ടാകാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. ഭൂമി വാങ്ങിക്കാൻ, അതുപോലെ ചില ക്രൂരമായ വാക്കുകളൊക്കെ പറഞ്ഞത് മുഖേന ശത്രുക്കളെ സൃഷ്ടിക്കാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടെന്ന് കരുതിയ പല വസ്തുക്കളും തിരിച്ചു കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട്. പുതിയതായിട്ട് സർവീസിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയാം. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള നടപടിയൊക്കെ ഉണ്ടായി എന്ന് വരാം. സന്താനങ്ങളുടെ കാര്യത്തിനായിട്ട് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട അവസ്ഥയൊക്കെ അവർക്ക് വന്നു ചേരുന്നതായിരിക്കും. ജോലി സ്ഥലത്ത് കൂടുതലായിട്ട് ആകർഷകമായിട്ടുള്ള ശമ്പളം കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട്. കുടുംബ സംബന്ധമായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടേണ്ട സമയത്ത് കിട്ടും എന്നൊരവസ്ഥ പറയുന്നുണ്ട്. പ്രവർത്തന രംഗത്ത് കുറച്ച് കൂടുതലായിട്ട് ഊർജ്ജസ്വലത പ്രകടമാക്കണം എന്ന് പറയപ്പെടുന്നുണ്ട്. കുടുംബത്തിൽ സുഖവും ശ്രേയസ്സും പ്രശസ്തിയും ഒക്കെ നമുക്ക് നിലനിർത്താൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും. ക്രയവിക്രയവുമായിട്ട് ബന്ധപ്പെട്ട് ധനനേട്ടം ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ആഡംബര വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വർക്ക്ഷോപ്പുമായിട്ടോ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല സാമ്പത്തിക ലാഭങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ചില ന്യായാധിപന്മാർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള യോഗം കാണപ്പെടുന്നുണ്ട്. കടബാധ്യതകൾ തീർക്കാൻ, ജോലി ഭാരം കുറയ്ക്കാൻ, സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാവാൻ ഒക്കെയുള്ളൊരു വർഷമായിട്ട് നമുക്ക് ഇവർക്ക് പറയാവുന്നതാണ്.